my dear students, once again welcome back to trigonometry functions. Trigonometry functions എന്നുള്ള ഈ പുതിയ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ആംഗിൾ മെഷർ ചെയ്യുന്നതായിരുന്നു. ഹൗ ടു മെഷർ ആൻ ആംഗിൾ. അതിനുവേണ്ടി രണ്ട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിരുന്നു, രണ്ട് യൂണിറ്റ് പഠിച്ചിരുന്നു. ഒന്ന് റേഡിയൻ മെഷർമെന്റ്, മറ്റൊന്ന് ഡിഗ്രി മെഷർമെന്റ്. അപ്പോൾ അത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമ്മൾ കൂടാതെ നമ്മൾ ഡിഗ്രിയിലുള്ളതിനെ റേഡിയനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിയായിട്ട് ചില ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Here is the next question, question number 11. Convert 40 degree 20 minute into radian measure. 40 degree 20 minute into radian measure. അതാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മൾ ചെറിയ യൂണിറ്റുകളിൽ നമ്മൾ കൺവേർട്ട് ചെയ്തില്ലായിരുന്നു, ഡിഗ്രിയിലും മാത്രമായിരുന്നു. ഇപ്പം മിനിറ്റും കൂടെ കൂടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതെങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 40 ഡിഗ്രി 20 മിനിറ്റ് ആണ്. 40 ഡിഗ്രി 20 മിനിറ്റ് ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 40 ഡിഗ്രി ഇൻറ്റു 20 മിനിറ്റ് മീൻസ് 20/60. അത്രയും ഡിഗ്രീസ് ആണല്ലോ, ശരിയല്ലേ? കാരണം നമുക്കറിയാം ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 60 താഴോട്ട് വരുമ്പോൾ 1/60 ഡിഗ്രിയാണ്, അല്ലെ? 60-ൽ 1. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ആണെങ്കിൽ നമ്മളതിന് 1 മിനിറ്റ് ആണിത്. അപ്പോൾ 1 × 20 അത്രയും മിനിറ്റ് ആവും. ദറ്റ്സ് ഈക്വൽ ടു 1/60 × 20 അത്രയും ഡിഗ്രീസ് ആവും. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത് 20/60 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 40 ഡിഗ്രി ഇൻറ്റു ഇത് തമ്മിൽ വെട്ടിക്കളയാം, ഇൻറ്റു 40 ഡിഗ്രി ആൻഡ് 1/3. 40 ആൻഡ് 1/3. ഈ ഡിഗ്രിയുടെ ഈ നൊട്ടേഷൻ ഇവിടെ കൊടുക്കുന്നില്ല, മൊത്തം ഒരുമിച്ച് കൊടുത്താൽ മതിയോ? ഞാനത് ഒന്നും കൂടെ എഴുതാം. 40. ഇപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മൊത്തത്തോടെ എഴുതാം. 40 ആൻഡ് 20/60 അത്രയും. 40 ആൻഡ് മീൻസ് പ്ലസ് ആണ്, നമ്മൾ മിക്സഡ് ഫാഷൻ പറഞ്ഞല്ലോ, അത്രയും ഡിഗ്രീസ് ആണ്. സോ 40 ആൻഡ് 1 ഇത് നമ്മൾ വെട്ടിക്കളയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2/6 = 1/3 ആണ്. അത്രയും ഡിഗ്രീസ് വരും. ഓക്കെ, ഇത് നമുക്കൊന്ന് മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്കൊന്ന് പ്രോപ്പർ ഫാഷനിലേക്ക് ആക്കാം. അപ്പോൾ 40 × 3 120. 120 + 1 / 3 അത്രയും ഡിഗ്രീസ് ആണ്. ദാറ്റ് ഈസ് 121/3 അത്രയും ഡിഗ്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡിഗ്രിയിലേക്കായി. ഇനി നമ്മൾ റേഡിയനിലേക്ക് മാറ്റണം. അതിന് നമ്മൾ 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 121/3 × 5/180 അത്രയും റേഡിയൻസ് ആണ്. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ നമുക്ക് സാധ്യമല്ല, അതുകൊണ്ട് നമുക്ക് നേരിട്ട് എത്ര എഴുതിയാൽ മതിയാവും? ദാറ്റ് ഈസ് 121/5 / 18 × 3 54. സോ 1540 അത്രയും റേഡിയൻ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ. അപ്പോൾ മനസ്സിലായാലും മക്കളെ, നമ്മളിതിനെ ആദ്യം നമ്മൾ ഈ ഡിഗ്രി ആൻഡ് മിനിറ്റ് എന്നുള്ളതിനെ നമ്മൾ കംപ്ലീറ്റ് ഡിഗ്രിയിലേക്ക് മാറ്റി. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു കൺവേർഷൻ ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ച് നമ്മൾ കംപ്ലീറ്റ് ഡിഗ്രിയിലേക്ക് മാറ്റി. സോ 121 അതിൻ്റെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടി നമ്മളിത് ക്രോസ് ചെയ്തു. ദാറ്റ് ഈസ് 121/3 എന്നായി. പിന്നെ ഇതിനെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഓക്കെ, സോ 121/π / 540. പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൈയുടെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള 22/7 അല്ലെങ്കിൽ 3.14 ആ ഒരു വാല്യൂ തന്നെയാണ്. പക്ഷെ അത് നമുക്ക് കൊടുക്കണ്ട, അൺലെസ് അതർവൈസ് ഇറ്റ് ഈസ് നമ്മളോട് കൊടുക്കാൻ പറയുവാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ എഴുതിയാൽ മതിയാവും. ഓക്കെ, സോ ലെറ്റ് us have another question. Question number 12. Convert -47 degree 30 minute into radians. -47 degree 30 minute into radians. നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്യാം. So -47 into
ഡിഗ്രി 30 മിനിറ്റ്. മൈനസ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, മൈനസ് പോലെ തന്നെ ഇട്ടേച്ചാൽ മതി. കാരണം നമുക്കറിയാം മൈനസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഓറിയന്റേഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിലാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്നതാണല്ലോ നമ്മൾ പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവ് ആംഗിൾ ആണ്. സോ ഇറ്റ് ഈസ് അങ്ങനെ ആ രീതിയിൽ മാത്രം നമ്മൾ മാറ്റിയെടുത്താൽ മതി. സോ ഇറ്റ് ഈസ് മൈനസ് 47 ഡിഗ്രി 30 മിനിറ്റ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് 47 ഡിഗ്രി ഇൻറ്റു 30 മിനിറ്റ് എന്നുള്ളതിന് നമുക്ക് ആൻഡ് 30 മിനിറ്റ് 30/60 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത്രയും ഒരുമിച്ച്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡിഗ്രിയിലാവും, കംപ്ലീറ്റ് ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്താം. മൈനസ് 47 ആൻഡ് 30/60 എന്നുള്ളതിന് നമുക്ക് ഇത് തമ്മിൽ വെട്ടിക്കളയാം. 3/6 എന്ന് പറഞ്ഞാൽ 1/2 ആണെന്ന് നമുക്കറിയാമല്ലോ. അത്രയും ഡിഗ്രീസ് ആണ്. ഓക്കെ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇനി നമ്മൾ ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 47 into 2 is 94 ആണ്. സോ മൈനസ് 94 + 1 95 ഡിവൈഡഡ് ബൈ 2. അത്രയും ഡിഗ്രീസ് ആണ്. ഓക്കെ മക്കളെ, ഇനി ഈ ഡിഗ്രീനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റണം. റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? റേഡിയനിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അതിനെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ. ഓക്കെ, അത്രയും ദാറ്റ് മച്ച് റേഡിയൻ. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇത് നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇവിടെ മാറ്റി എഴുതാം. സോ ഇറ്റ് ഈസ് മൈനസ് 5 1 പിന്നെ 45. സോ 19 ഇൻറ്റു π ഡിവൈഡഡ് ബൈ 2 ഓൾറെഡി ഇവിടെ ഉണ്ട്. 180 എന്നുള്ളതിനെ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 5 15 30 36 വരും. ഓക്കെ, അത്രയും ദാറ്റ് മച്ച് ഡിഗ്രീസ് ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 19π divided by 72. So 19π divided by 72 അത്രയും റേഡിയൻസ് ആണ്. മൈനസ് ഓൾറെഡി ഉണ്ട്, അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലാത്തത് കൊണ്ടാണ് അത് മൈനസ് വന്നത്. ക്ലോക്ക് വൈസ് ആയതുകൊണ്ടാണ് അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ സോ വാല്യൂ ഈസ് മൈനസ് 19π divided by 72 റേഡിയൻസ്. കിട്ടുന്ന വാല്യൂ നമ്മൾ അതുപോലെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഏത് മിനിറ്റിൽ വന്നാലും അതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റണം. മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ /60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. Here is the next question, question number 13. Find the degree measures corresponding to the following radian measure. Radian measure 11/16. 11/16 എന്നുള്ള റേഡിയൻ മെഷർമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർമെന്റ് ആണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻടു ഡിഗ്രി. ഡിഗ്രിയിലേക്ക് മാറ്റണം. ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ഇപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം റേഡിയനിലേക്ക് മാറ്റിയതായിരുന്നു. തിരിച്ചുള്ള കൺവേർഷൻ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് 11/16 ആണ്. സോ 11/16 അത്രയും റേഡിയൻ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 11/16 ഇൻറ്റു നമുക്കറിയാം റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ 180/π കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണം അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 റേഡിയൻ ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ π. ദാറ്റ് മച്ച് ഡിഗ്രീസ് ആണ് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിതിനെ മാറ്റുന്നത്. അപ്പോൾ π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം either 22/7 or ഇവിടെ നമുക്ക് 22/7 എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട്. അതർവൈസ് 3.14 ഇത് ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഏത് വേണേലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ 11 ഉള്ളത് കൊണ്ട് ഞാൻ 22/7 ഉള്ള വാല്യൂ ഉപയോഗിക്കാം. 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ 22/7. ഓക്കെ, സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11/16 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ ഇതിന് നമ്മൾ 22/7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 7/22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7/22. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോയി 2 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 90 എന്ന് എഴുതാം. പിന്നെ ഇതിനെ ഓക്കെ, സോ ഇതിനെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 45 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും.
അപ്പോൾ ഉള്ളതെല്ലാം കൊണ്ടൊന്ന് എഴുതാം. മിച്ചമുള്ളത് 45 × 7 ഉണ്ട്, താഴെ 8 മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് എഴുതിയാൽ മതിയാവും. ദാറ്റ്സ് ഈക്വൽ ടു 45 × 7 35 315/8 അത്രയും ഡിഗ്രീസ് ആണ്. അത്രയും ഡിഗ്രീസ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തൊക്കെ എഴുതാം. ഇത്രയും മതിയാവും. ഓക്കെ. Here is the next question, question number 14. Find the degree measures corresponding to the radian measure 5π/3. So നമ്മൾ as usual 5π/3 റേഡിയൻ ആണ്. That's equal to 5π/3 into 180 divided by pi. അപ്പോൾ ഈ പൈ കട്ടായി പോകോളും. ഇത് നമുക്ക് 60 എന്ന് എഴുതാം. സോ 60 × 5 300. 300 ഡിഗ്രി ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർമെന്റ്. ഈ റേഡിയന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ 300 ആണ്. നമുക്ക് ഒരെണ്ണോടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 15. Find the degree measures corresponding to the radian measure 7π/6. 7π/6. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നേരത്തെ ഇതുപോലെ തന്നെയാണ്. 7π/6 റേഡിയൻ is equal to 7π/6 into 180 divided by pi എന്നാണ്. പൈ കട്ടാവും. 6 3 ആവും, 13 ആവും. So it is 7 × 30, that's equal to 210. അത്രയും that much degree. ഓക്കെ. അപ്പോൾ ഈ കൺവേർഷൻ പഠിച്ചില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഗ്രിയിൽ നിന്ന് റേഡിയനിലേക്കും റേഡിയനിൽ നിന്ന് ഡിഗ്രിയിലേക്കുമുള്ള കൺവേർഷൻ നമുക്കത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ പ്രോബ്ലത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ഇനി നിങ്ങൾ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസോടെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് വെച്ച് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യനോടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആയിക്കോളും. ഓക്കെ. ഓക്കെ. Here is the next question, question number 16. Find the radius of the circle in which a central angle of 60 degree intersects an arc of length 44 cm. മനസ്സിലായ മക്കളെ? ഒരു സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിന്റെ സെൻട്രൽ ആംഗിള് 60 ഡിഗ്രി ആണ്. ഒരു ആർക്കിന്റെ ലെന്ത് തന്നിട്ടുണ്ട്. 44 സെന്റിമീറ്റർ നീളമുള്ള ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ് ഈ സർക്കിളിന്റെ. അങ്ങനെയാണ് സർക്കിളിന്റെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഒന്ന് വരച്ചു നോക്കാം. ഇവിടെ നമുക്ക് അതിന്റെ സർക്കിൾ ഉണ്ട്. ഈ സർക്കിളാണ് അതിന്റെ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കിള്. ഈ സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി കണ്ടോ? ഈ 60 ഡിഗ്രി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആർക്ക് ഇവിടെ ഉണ്ട് കണ്ടോ? ഈ സെൻട്രൽ ആംഗിള് കറസ്പോണ്ടിങ് ഈ 60 ഡിഗ്രി ഉണ്ടാക്കുന്ന ഒരു ആർക്ക് ഉണ്ടല്ലോ. ഈ ആർക്ക് ബി ഡാഷ് എന്ന് പറഞ്ഞ ആർക്ക്. ഈ ആർക്കിന്റെ ലെന്ത് തന്നിട്ടുണ്ട്. ദാറ്റ്സ് ഗിവൺ ടു ബി ആർക്ക് ലെന്ത് ഈസ് 44 സെന്റിമീറ്റർ. അപ്പോ ഈ ആർക്കിന്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ 44 സെന്റിമീറ്റർ ആണ്. ഈ അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ആർക്കാണ് 44 എന്ന് പറയുന്നത്. ഈ ആർക്ക് ഇത് 44 സെന്റിമീറ്റർ നീളമുണ്ട്. ഇതിന്റെ സെൻട്രൽ ആംഗിൾ 60 ആണ്. ആൻഡ് ആക്ച്വലി വി നോ AB is the radius of the circle and same as AB dash. And we have to find this radius of the circle. ഈ R എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R means the radius of the circle. അപ്പോൾ R അറിയാം, then നമുക്ക് തീറ്റ അറിയാം. തീറ്റ എന്ന് പറയുന്നതാണ് 60 ഡിഗ്രി ആണ് അല്ലെ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തോണ്ട് നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ മക്കളെ. എന്താണ് ഫോർമുല? We have the formula L is equal to R into theta. നമുക്ക് വേണ്ടത് R ആണ്. That means R is equal to L divided by theta. L എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. L is equal to എത്രയാണ്? 44 ആണ് അല്ലെ. 44 divided by theta. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രി ആണ്. തീറ്റ തന്നെ എഴുതിയേക്കാം. ഈ 60 ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കുന്നത് പറഞ്ഞല്ലോ. നമ്മൾ റേഡിയസ് മീൻസ് ആംഗിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് റേഡിയനിലാണ്. അതാണ് SI യൂണിറ്റ്. അപ്പൊ ഇതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 60 × π/180 അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. 60 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് ദാറ്റ് ഈസ് π/3.
So it is 44 divided by pi by 3. ഇത് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 44 divided by 44 divided by pi by 3 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 by pi എന്ന് വരും അല്ലെ. റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 by pi എന്ന് വരും. ഓക്കെ, ഇവിടെ പൈക്ക് പകരം പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 22/7 കൊടുക്കാം, അല്ലെങ്കിൽ 3.14 ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ നമുക്ക് 22/7 കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. സോ 44 × 3/22/7. അതിനെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് ഗുണിക്കാം. സോ ഇൻറ്റു 3 റെസിപ്രോക്കൽ ഉണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7/22 എന്ന് വരും. ഇത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം, 2 എന്ന് വരും. സോ 2 × 3 6 × 7 that's equal to 42 centimeter. അപ്പോൾ ഈ ഒരു സർക്കിളിന്റെ ഇപ്പൊ നമുക്ക് കിട്ടിയ എന്താ മക്കളെ, ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിന്റെ റേഡിയസ് ആണ് അല്ലെ, r ആണ്. r is equal to 1. അപ്പൊ ഈ r-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 42 സെന്റിമീറ്റേഴ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു റേഡിയസിന്റെ നീളം, അതായത് ഇത് 60 ഡിഗ്രി സെന്ററിൽ ഉണ്ടാക്കണം, 44 സെന്റിമീറ്റർ അതിന്റെ ആർക്ക് ലെങ്തുമാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എത്രയാണ് 42 സെന്റിമീറ്റർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സാധനം വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായ മക്കളെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു സിമ്പിൾ ക്വസ്റ്റനുമാണ്. ഓക്കെ, here is the next question, question number 17. Find the degree measure of an angle of the angle subtended at the center of a circle of radius 100 centimeter by an arc of length 22 centimeters. Question മനസ്സിലായ മക്കളെ? ആർക്കിന്റെ നീളം 22 സെന്റിമീറ്ററും റേഡിയസ് 100 സെന്റിമീറ്ററും ഉള്ള ഒരു സർക്കിളിന്റെ സെന്ററിൽ കറസ്പോണ്ടിങ് ആർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഫിഗറിലേക്ക് ഒന്ന് പോകാം. ഇതാണ് നമ്മുടെ സർക്കിള്, ഇതതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഈ ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. ഈ തീറ്റ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ ആർക്കിന്റെ ലെന്ത് തന്നിട്ടുണ്ട്. ആർക്ക് എന്ന് പറയുന്നത് ബി ഡാഷ് എന്ന് പറയുന്ന ഈ ആർക്കാണ്, അത് തന്നിട്ടുണ്ട്. ആർക്ക് ഓഫ് 22 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ആർക്കിന്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ 22 ആണ്. ഇതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 100 സെന്റിമീറ്റർ ആണ്. ഇത് 22 സെന്റിമീറ്റർ. നമുക്ക് വേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സെൻട്രൽ ആംഗിൾ തീറ്റയാണ് അല്ലെ. അപ്പൊ നമുക്ക് തീറ്റ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. തീറ്റ, വാട്ട് ഈസ് തീറ്റ? നമുക്കറിയാവുന്ന ഫോർമുല L is equal to r theta അല്ലെ. L is equal to r theta എന്ന. That implies theta is equal to L divided by r. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർക്കിന്റെ ലെന്ത് 22 ആണ്. സോ 22 ബൈ റേഡിയസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടുന്നത്. തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും റേഡിയനിലായിരിക്കും. നമ്മോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി മെഷർമെന്റ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത്രയും റേഡിയൻ ആണ്. അപ്പൊ ഇതിനെ ഡിഗ്രിയിലേക്ക് മാറ്റണം. അതായത് 22/100 ഇൻറ്റു റേഡിയനെ ഡിഗ്രിയിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ 180 ഡിവൈഡഡ് ബൈ പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഈ പൈക്ക് നമുക്ക് 22/7 എന്ന വാല്യൂ കൊടുക്കാം. സോ 22 ബൈ ഇതിൽ ഒരു 0 കട്ട് ചെയ്ത് കളയുമ്പോൾ 10 എന്നാവും. 18 ബൈ ഇതിനെ 22/7 എഴുതാം. ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു 22/10 ഇൻറ്റു 18 ഇൻറ്റു 7/22 എന്ന് വരും. ഇത് രണ്ടും കട്ടായി പോകുള്ളൂ. ഇത് നമുക്ക് 2 കൊണ്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പൊ 9 വരും, ഇത് 5 വരും. സോ 63 ഡിവൈഡഡ് ബൈ 5, അത്രയും ഡിഗ്രീസ് ആണ് നമുക്ക് കിട്ടുക. 63 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇത്രയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തൊക്കെ എടുക്കാം. അതിനെ നമുക്ക് 5 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം വേണമെങ്കിൽ, എന്നിട്ട് അതിന്റെ വാല്യൂ എഴുതിയാലും മതിയാവും. ഓക്കെ, അല്ലെങ്കിൽ ഇത്ര എഴുതി നിർത്തുന്നതിനും കുഴപ്പമില്ല. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിനെ. 63 ഡിവൈഡഡ് ബൈ 5, അപ്പൊ നമുക്കറിയാം ഇത് 12 വരും. 12 ഇൻറ്റു 5 60 വരും. പിന്നെ ഒരു 3 റിമൈൻഡർ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന 5 ഡിഗ്രിയും പിന്നെ ഒരു 3 ഡിഗ്രി മിച്ചമുണ്ട് അല്ലെ. 3 ഡിഗ്രി അല്ല, 12
സോറി നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ എഴുതിയ വാല്യൂസ് 12 ആണ്. 12 ഡിഗ്രീസും പിന്നെ ഒരു ബൈ ബാക്കി 3 ഉണ്ട്. അതിനെ നമുക്ക് 3 ഡിഗ്രീസ് അല്ല, ഒരു ഡിഗ്രി ഇല്ല അത്. അപ്പോൾ നമുക്കറിയാം 3 ആണ് റിമൈൻഡർ വന്നത്. അതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റണമെങ്കിൽ നമുക്കറിയാം 3 റിമൈൻഡർ 3 ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ 12 ഡിഗ്രി ആൻഡ് 3/5 ഡിഗ്രീസ് ആണ് അല്ലേ, നമുക്ക് അങ്ങനെ ഇടാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 12 കിട്ടി. ഇത് ഞാനൊരു ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്യുന്ന ഇങ്ങനെ നിങ്ങൾക്ക് എഴുതിയാലും 63/5 എന്ന് എഴുതിയിട്ട് ഡെസിമൽ ആയിട്ട് അങ്ങനെ എഴുതിയാലും മതിയാവും. പക്ഷേ നമ്മൾ അതിനെ വേറൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്യുന്നത്. 3/5 ഡിഗ്രീസാണ്. അപ്പോൾ നമുക്കിതിനെ ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫ്രാക്ഷനായി പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിതിനെ മിനിറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇപ്പം 12 ഡിഗ്രി അങ്ങനെ ഉണ്ട്. ഈ 3/5 അപ്പോൾ ഇതിനെ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്കറിയാലോ എത്രയുണ്ടോ അതിനെ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 3/5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3/5 × 60 അത്രയും മിനിറ്റ്സ് ആണ് അല്ലെ, മിനിറ്റ്സ് ആണ്. മനസ്സിലായാലോ? ഇപ്പൊ ഡിഗ്രി ആണ്, ആ ഡിഗ്രീനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം ഇത് നമുക്കറിയാം, ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് 12 എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടുന്നത് 12 ഡിഗ്രീസ് ആൻഡ് 12 × 3 36 മിനിറ്റ്സ് എന്നാണ്. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മളതിനെ മിനിറ്റിലേക്ക് മാറ്റിയതാണ്. മിനിറ്റിലേക്ക് മാറ്റിയത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. കാരണം മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അതിനെ 3/5 എന്നുള്ളതിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റി, ഡിഗ്രി എന്നുള്ളതിനെ അതിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റി. അപ്പൊ 3/5നെ നമ്മളത് മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ഈ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതുകൊണ്ട് 12 ഡിഗ്രി ആൻഡ് ഇത് 36 മിനിറ്റ്. ഓക്കെ, അപ്പം ഇത് ഇത്തരത്തിൽ എഴുതി നിർത്താം, അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് എഴുതി നിർത്തിയാലും മതിയാവും. നിങ്ങൾ 63നെ /5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോയിന്റ്, അത്രയും പോയിന്റ് ഓഫ് ഡിഗ്രീസ് എന്ന് എഴുതിയാലും മതിയാവും. അത് പക്ഷേ നമ്മൾ പോയിന്റ് ഓഫ് എന്ന് പറഞ്ഞ ഡിഗ്രീസ് നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിനെ മിനിറ്റിലേക്ക്, ഡിഗ്രി കഴിഞ്ഞ് ചെറിയ യൂണിറ്റ് നമ്മൾ മിനിറ്റിലേക്കാണല്ലോ മാറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ഇതിനെ മാറ്റി വെക്കുന്നത്. ഓക്കെ മക്കളെ, മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, here is the next question. The minute hand of a watch is 1.5 centimeter long. ഒരു വാച്ചിന്റെ മിനിറ്റ് ഹാൻഡിന്റെ നീളം തന്നിട്ടുണ്ട് 1.5 centimeter. How far does its tip move in 40 minutes? 40 മിനിറ്റ് കൊണ്ട് അതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നത് എന്തുമാത്രം ഡിസ്റ്റൻസ് ആണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം മനസ്സിലായ മക്കളെ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് മിനിറ്റ് ഹാൻഡ്. ഈ AB എന്ന് പറയുന്നതാണ് ഈ നമ്മുടെ വാച്ചിന്റെ മിനിറ്റ് ഹാൻഡ്. ഇതിന്റെ നീളം തന്നിട്ടുണ്ട് 1.5 സെന്റിമീറ്റർ. പിന്നെ 40 മിനിറ്റ് സമയം കൊണ്ട്, 40 മിനിറ്റ്സ് അത്രയും സമയം കൊണ്ട് ഇതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നതിന്റെ ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെ. 40 മിനിറ്റ് കൊണ്ട് ഇതാണ് ഈ ലെന്ത് എന്ന് പറയുന്നത്. നമുക്ക് ദിസ് ഈസ് ദ ലെന്ത് ഓഫ് ദി ആർക്ക്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ നീളം നമുക്കുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് L കണ്ടുപിടിക്കണം. R നമുക്കറിയാം 1.5 സെന്റിമീറ്റർ ആണ്. തീറ്റയും കൂടെ അറിയാമെങ്കിലേ ഉള്ളൂ നമുക്ക് L കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? തീറ്റ എന്ന് പറഞ്ഞാൽ ഈ 40 മിനിറ്റ് സമയം കൊണ്ട് നമ്മളുടെ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്ത ആംഗിളാണ് അല്ലെ. 40 മിനിറ്റ്സ് ടൈം കൊണ്ട് ഈ മിനിറ്റ് ഹാൻഡ് മൂവ് ചെയ്ത ആംഗിളാണ് അതിന്റെ ആ ആംഗിളാണ് അവിടുത്തെ തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം ഒരു 60 മിനിറ്റ് സമയം കൊണ്ട്, 60 മിനിറ്റ് സമയം കൊണ്ട് നമ്മുടെ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്ന എന്ത് മാത്രമാണ്? 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മണിക്കൂറാണ് അല്ലെ. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് എത്രമാത്രം ഡിഗ്രീസാ? 360 ഡിഗ്രീസാ അല്ലെ. നമ്മുടെ ക്ലോക്കിന്റെ, നമുക്കറിയാം ക്ലോക്കിന്റെ സൂചി ഇങ്ങനെ കറങ്ങുമ്പോൾ അത് 360 ഡിഗ്രിയാണ് ടോട്ടൽ കറങ്ങുന്നത് അല്ലെ. അപ്പൊ വാച്ചിന്റെയും ക്ലോക്കിന്റെയും എല്ലാം അങ്ങനെയാണല്ലോ.
360 ഡിഗ്രിയാണ് കറങ്ങുന്നത്. നമുക്കറിയാം ഇങ്ങനെ ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി 5 മിനിറ്റായി, 10 മിനിറ്റായി, പിന്നെ അത് 10 മിനിറ്റ് കഴിഞ്ഞ് 15 മിനിറ്റ് ആകുമ്പോൾ ഇവിടെ എത്തും നമുക്കറിയാം. പിന്നെ 20 ആകും, പിന്നെ 25 ആകും, പിന്നെ അത് 30 മിനിറ്റ് ആകും. ഈ 30 മിനിറ്റ് സമയം കൊണ്ട് ഈ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്ത് എത്ര ഡിഗ്രിയാണ്? ഇപ്പൊ നമുക്കറിയാം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വരുമ്പോഴത്തേക്കും 180 ഡിഗ്രി കാണും 30 മിനിറ്റ് കൊണ്ട്. 15 മിനിറ്റ് ആണ് നമുക്കറിയാം. 15 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ വരും അല്ലെ. 15 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ 90 ഡിഗ്രി ആവും. 30 മിനിറ്റ് കൊണ്ടാകുമ്പോഴത്തേക്കും 180 ഡിഗ്രി ആവും. ഇനി 45 മിനിറ്റ് ആണെങ്കിൽ അത് 270 ഡിഗ്രി ആവും അല്ലെ. ഇനി അത് 1 മണിക്കൂറായി കഴിഞ്ഞാലോ തിരിച്ചെവിടെ എത്തും. അപ്പൊ എത്ര ഡിഗ്രി കറങ്ങും? 360 ഡിഗ്രി അത് കറങ്ങും. അതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റ് സമയം കൊണ്ട് മീൻസ് 1 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കറങ്ങും. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ടോ? 1 മിനിറ്റിൽ അത് 360 ഡിവൈഡഡ് ബൈ 60 അത്രയും ഡിഗ്രീസ് അത് കറങ്ങും അല്ലേ. നമുക്കറിയാം 6 ആണ്. സോ നമ്മുടെ മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റ് സമയം കൊണ്ട് കറങ്ങുന്നത് 6 ഡിഗ്രിയാണ്. ഓക്കെ, 6 ഡിഗ്രി ആംഗിൾ ഇത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് കൊണ്ടോ? 40 മിനിറ്റിലോ? 40 മിനിറ്റ്സിൽ 1 മിനിറ്റിൽ 6 ഡിഗ്രി ആണെങ്കിൽ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40 × 6 ഡിഗ്രീസ് അല്ലെ. ദാറ്റ് ഈസ് 240 ഡിഗ്രീസ് അത് കറങ്ങും. അപ്പോൾ നമ്മുടെ ഈ 40 മിനിറ്റ് സമയം കൊണ്ട് 40 മിനിറ്റ് സമയം കൊണ്ട് ഈ മിനിറ്റ് ഹാൻഡ് അതായത് ഏതാണ്ട് 40 എന്ന് പറയുമ്പോൾ ഇവിടെ വരുമല്ലോ. അപ്പോൾ നമുക്കറിയാം ഈ 40 മിനിറ്റ് സമയം കൊണ്ട് ഇത് കറങ്ങുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇത് കംപ്ലീറ്റ് ഇവിടുന്ന് വരികയാണ്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആണത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് കറങ്ങി ഇവിടെ വരെ വരുമ്പോൾ ആണ് നമ്മൾ ഈ പറഞ്ഞ 240 ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ 40 മിനിറ്റ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, വേണേൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഇങ്ങോട്ട് കയറി വരും. അപ്പോഴും ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 240 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ 240 ഡിഗ്രിയാണ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ നോക്കിയേ. മിനിറ്റ് ഹാൻഡ് ഓഫ് എ വാച്ച്, ഹൗ ഫാർ ഡസ് ഇറ്റ്സ് ടിപ്പ് മൂവ്. നമുക്കറിയാം ഇതിന്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ടിപ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ലെന്ത് ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? L ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ലെന്ത് നോക്കാം. L = r θ എന്നൊരു ഫോർമുല നമുക്കുണ്ട്. L = r × θ. r നമുക്കറിയാം 1.5 ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ 240 ഡിഗ്രി ആണ്. ബട്ട് വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻടു റേഡിയൻ. റേഡിയനിലേക്ക് ആക്കാൻ വേണ്ടി π/180 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇത് കട്ടായി പോകും. ഇത് നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാം. ഇത് 4 വരും. ഇത് 6 × 3 ആണ്. അപ്പോൾ ഇത്രയും വരും 1.5 × 4 ഡിവൈഡഡ് ബൈ 3. ഇത്രയും π ആണ്. അപ്പോൾ ഇത് 5 × 1.5 × 4 എന്ന് പറഞ്ഞാൽ 6π/3 വരും. ഇതിന് നമ്മൾ പൈക്ക് പകരം നമ്മൾ വാല്യൂ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 3.14 കൊടുക്കാം. സോ 3.14 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. 3 കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2 വരും. അതായത് 6.28 അല്ലെ. 2 × 3.14 = 6.28. അപ്പോൾ ഇത് കറങ്ങുന്ന ദൂരം എന്ന് പറഞ്ഞാൽ അതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 6.28 അത്രയും സെന്റിമീറ്റേഴ്സ് ആണ് ഇത് കറങ്ങുന്നത്. മനസ്സിലായ മക്കളെ? അപ്പോൾ ഇതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്നതിന്റെ ഡിസ്റ്റൻസ് ആണ് എന്തുമാത്രം ഡിസ്റ്റൻസ് ഇത് കറങ്ങുമെന്നാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. The minute hand of a watch, how far does its tip move in 40 minutes? അപ്പോൾ 40 മിനിറ്റ് സമയം കൊണ്ട് അതിന്റെ ടിപ്പ് മൂവ് ചെയ്യുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയതാണ് എത്രയാണ്? 6.28. മനസ്സിലായ മക്കളെ? യെസ്. സോ ദാറ്റ് ഈസ് ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് പഠിക്കുക. ഇതിനെ കേട്ടോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് നിസ്സാരമായിട്ട് നമ്മൾ കരുതിയ ഒരു കാര്യമാണ്. അതിനെ നമുക്ക് ഇത്തരത്തിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു മാത്തമാറ്റിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് അല്ല. ഇറ്റ്സ് എ വെരി സിമ്പിൾ സബ്ജക്റ്റ് ആണ്. ട്രിഗ്നോമെട്രി ഈസ് വെരി വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ ആദ്യം മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. ഇത് വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട. ബുദ്ധിമുട്ടുകളെ നമ്മൾ തരണം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളുടെ അബ്ദുൽ കലാമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ difficulties in your life did not come to destroy you, but to help you realize your hidden potential and powers.
അല്ല, ഡിഫിക്കൽട്ടീസ് നോ ദാറ്റ് യു ടു ആർ ഡിഫിക്കൽട്ട്. അബ്ദുൽ കലാമിന്റെ വളരെ പ്രശസ്തമായ ഒരു കൊട്ടേഷനാണ്. Difficulties in your life did not come to destroy you. ബുദ്ധിമുട്ടുകൾ നിങ്ങളെ നശിപ്പിക്കാൻ വന്നതല്ല, but to help you to realize your hidden potential and power. അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലേ ഉള്ളൂ നമ്മളുടെ കഴിവ്, അതിനെ നമ്മൾക്ക് ഓവർകം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഈ ഡിഫിക്കൽട്ടീസും അറിയട്ടെ നമ്മളും അത്ര മോശക്കാരല്ല എന്ന്. യെസ്, so difficulties in your life did not come to destroy you, but to help you realize your hidden potential and powers. Let difficulties know that you too are difficult. Okay, so let us see you in the next class. Till then, have a nice day. Goodbye.